യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഓർക്കുക, അന്തിമവിധി കൊടുങ്കാറ്റിനല്ല, പരിശുദ്ധ സാന്നിധ്യത്തിനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ പടർന്നു പിടിക്കുന്ന ഇരുട്ടിനെയും പേടിയെയും ചവിട്ടി മരിക്കാനാണ്. അതൊരു കറുത്ത ഇരുണ്ട രാത്രിയായിരുന്നു. ശിഷ്യന്മാർ ഒരു കൊച്ചുവള്ളത്തിൽ കയറി ഉത്സാഹത്തോടെ കടലിനക്കരയ്ക്ക് യാത്ര തിരിക്കുന്നു. പെട്ടെന്ന് ആകാശത്ത് ഇരുൾ കറുത്ത് പടരുന്നു. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. ആക്രോശിച്ചുകൊണ്ട് ഭീമാകാരമായ തിരമാലകൾ വള്ളത്തിനു മേലേക്ക് ആഞ്ഞടിക്കുന്നു. അവർ തുഴഞ്ഞുകൊണ്ടേയിരുന്നു, വിയർപ്പൊഴുക്കി തുഴഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ കടൽ അവർക്ക് എതിരായിരുന്നു. അന്ന് അവർ ഒറ്റയ്ക്കായിരുന്നു, തളർന്ന് വീണവരായിരുന്നു, വിറങ്ങലിച്ചവരായിരുന്നു. നിങ്ങളുടെ ജീവിതം ഇതുപോലെയല്ലേ? നല്ല പദ്ധതികളോടെ, വലിയ പ്രതീക്ഷയോടെ നിങ്ങൾ യാത്ര തിരിക്കുന്നു. പക്ഷേ പെട്ടെന്ന് കാറ്റ് നിങ്ങൾക്കെതിരായി തിരിയുന്നു. തടസ്സങ്ങളുടെ കൊടുങ്കാറ്റ് വീശുന്നു. ആശയക്കുഴപ്പങ്ങളുടെ തിരമാലകൾ അലയടിക്കുന്നു. നമ്മൾ കരുതിയതിനേക്കാൾ വലിയ ഇരുൾ നമ്മെ വിഴുങ്ങാൻ വരുന്നു. നമുക്കാവുന്നത്ര ശക്തിയോടെ ജീവിതം തുഴഞ്ഞു നോക്കുന്നു, കഷ്ടപ്പെടുന്നു. എങ്കിലും അതേ വെള്ളത്തിന് നടുവിൽ, അതേ വിധിയുടെ നടുവിൽ നമ്മൾ കുടുങ്ങിക്കിട കിടക്കുന്നില്ലേ? ആ നിമിഷങ്ങളിൽ ശിഷ്യന്മാർ അനുഭവിച്ച അതേ ചോരമരയിപ്പിക്കുന്ന ഭയം നമ്മുടെ ഹൃദയവും മന്ത്രിക്കുന്നു. ഇതിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് തുണയാരുമില്ല. എന്നാൽ കേൾക്കുക, ഈ കഥ നമുക്ക് നൽകുന്നത് പരാജയത്തിൻ്റെ ഉത്തരമല്ല, മറിച്ച് വിജയത്തിൻ്റെ സിംഹഗർജനമാണ്. ഈ കടൽ സൃഷ്ടിച്ചവൻ ഈ കടലിനാൽ പരിമിതനാക്കപ്പെടുന്നവനല്ല. ശാന്തതയിൽ ഒപ്പമുള്ളവൻ ഈ സർവനാശത്തിൻ്റെ കൊടുങ്കാറ്റിലും നമ്മോടുകൂടെയുണ്ട്. നമ്മെ വിറപ്പിക്കുന്ന, വിഴുങ്ങാൻ വെമ്പുന്ന അതേ തിരമാലകളുടെ മുകളിലൂടെയാണ് അവൻ നടന്ന് വരുന്നത്. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ, കാറ്റടങ്ങുന്നതുവരെ അവൻ ദൂരെ മാറി നിന്നില്ല. അവൻ നേരെ നമ്മുടെ അടുത്തേക്ക് നടക്കുകയാണ്. വേഗമുള്ള ഹൃദയങ്ങൾ അന്ന് തിരിച്ചറിഞ്ഞ ആ ആഴമേറിയ സത്യം ഇതാണ്: നമുക്കുള്ളിലും ചുറ്റുമുള്ളതുമായ ഏതു വലിയ കൊടുങ്കാറ്റും ദൈവത്തിൻ്റെ കയ്യെത്തും ദൂരത്താണ്. നമ്മിൽ ഉയരുന്ന ഭയം ആത്മാവിൻ്റെ മരണമല്ല, മറിച്ച് ഉണർവാണ്. തിരമാലകളെ ഇളക്കിമറിക്കുന്ന അതേ ശക്തി തന്നെയാണ്, അതേ ദൈവകൈകൾ തന്നെയാണ് നമ്മെ താങ്ങി നിർത്തുന്നതും. ദൂരെയാണെന്ന് നമ്മൾ വിശ്വസിച്ച അതേ സാന്നിധ്യം വെള്ളത്തിന് മുകളിലൂടെ ഇതിനകം നമ്മുടെ അരികിലേക്ക് പാഞ്ഞെത്തിക്കഴിഞ്ഞു. യേശു ആ ഇരുട്ടിൽ വെച്ച് ഗാംഭീര്യത്തോടെ പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. പരിശുദ്ധനായവൻ നമ്മുടെ ഭയത്തേക്കാൾ എത്രയോ അടുത്താണ്. നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുമ്പോൾ ദൈവം മറുകരയിൽ കൈയും കെട്ടി നോക്കി നിൽക്കുകയല്ല. നമ്മെ വിറപ്പിക്കുന്ന ആ പ്രതിസന്ധികളുടെ നെഞ്ചിലേക്ക് ചവിട്ടിക്കേറി അവൻ ഇതിനകം ഇവിടെയുണ്ട്. അടുത്തതായി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. ആ ശിഷ്യന്മാർ അവനെ വള്ളത്തിലേക്ക് സ്വാഗതം ചെയ്ത ആ മിന്നൽ പിണർ നിമിഷം അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. മണിക്കൂറുകളോളം കഠിനമായി തുഴഞ്ഞതിന് ശേഷമല്ല, കൊടുങ്കാറ്റ് തനിയെ അടങ്ങിയ ശേഷമല്ല, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായി അവൻ്റെ സാന്നിധ്യം ആ യാത്രയുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു. വിശ്വാസം എല്ലാ ദൂരങ്ങളെയും ചുരുട്ടിക്കളഞ്ഞു. ഇത് വെറും ഒരു പഴയ കഥയല്ല കൂട്ടുകാരെ. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന കൊടുങ്കാറ്റുകൾക്കായുള്ള ജീവനുള്ള വെല്ലുവിളിയാണിത്. ഇത് നിങ്ങളുടെ സാമ്പത്തിക ആകുലതകൾ, തകർന്നു പോയ ബന്ധങ്ങൾ, മാറാമെന്ന് വിശ്വസിച്ച രോഗങ്ങൾ, ആരും കൂട്ടിനില്ലാത്ത ഏകാന്തത, രാത്രികളിൽ ഉറക്കം കെടുത്തി നമ്മെ വെള്ളചാടുന്ന ഭാരമേറിയ ചോദ്യങ്ങൾ. കാറ്റ് ഇനിയും വീശിയേക്കാം, തിരമാലകൾ ഇനിയും ആഞ്ഞടിച്ചേക്കാം. പക്ഷേ ഓർക്കുക, നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് തുഴയുകയല്ല. നിങ്ങളുടെ സമ്മതത്തോടെ വെള്ളത്തിന് മീതെ നടക്കുന്ന ആ ജീവൻ്റെ നാഥൻ നിങ്ങളുടെ ഈ കൊച്ചു വള്ളത്തിലേക്ക് കയറാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇനി മുതൽ ഓരോ ദിവസവും ജീവിക്കാൻ ഈ അഗ്നി പോലുള്ള വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിടുക. കൊടുങ്കാറ്റിനല്ല അന്തിമവിധി, പരിശുദ്ധ സാന്നിധ്യത്തിനാണ്. ആ ഇരുട്ടിൻ്റെ മറവിൽ മുഴങ്ങുന്ന ആ നിശബ്ദവും ശക്തമായ ശബ്ദം നമുക്ക് കേൾക്കാം: ഞാനാണ്, ഭയപ്പെടേണ്ട. യാത്ര എത്ര കഠിനമാണ് എങ്കിലും, എത്ര ഭയപ്പെടുത്തുന്നതാണ് എങ്കിലും, അത് നമ്മെ സുരക്ഷിതമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും എന്ന ഉറപ്പിൽ നമ്മുടെ ഹൃദയങ്ങളുടെ കൊച്ചു വാതിലുകൾ അവനായി നമുക്ക് തുറന്നു കൊടുക്കാം. അടുത്ത തവണയും
ഈ ജീവൻ്റെ യാത്ര നമുക്ക് ഒരുമിച്ച് തുടരാം. ധൈര്യമായിരിക്കുക. ജയം നിങ്ങളുടേതാണ്. കേട്ടതിന് നന്ദി.